ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എഴുകുംവയൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എഴുകുംവയൽ പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ സെബാസ്റ്റ്യൻ ജോസഫ് കളത്തൂക്കുന്നേലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ എന്തെല്ലാം പ്രധാനപ്പെട്ട കൃഷികളാണുള്ളത്? കാർഷിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാർഷിക പ്രവർത്തനം കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പം ഏറ്റവും മുഖ്യമായ ആദായം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏലത്തിൽ നിന്നാണ്. ഏലകൃഷിയിലാണ്. ഈ വർഷം ഏലത്തിനിപ്പോൾ ഇച്ചിരി ക്ഷീണം തട്ടിയിട്ടുണ്ട്. നമുക്ക് ആദായമില്ല. ഉണക്ക് തട്ടിയുകൊണ്ട് കണ്ടവാനം പോയി. നല്ലൊരു ശതമാനം ചെടി പോയിട്ട് പണിതിപ്പം അത്യാവശ്യം കയറി വരുന്നു. പിന്നെ എനിക്ക് മുഖ്യമായിട്ട് ആദായം ലഭിക്കുന്നത് കുരുമുളകിൽ നിന്നാണ്. കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുരുമുളക് സാധാരണ കൃഷി ചെയ്യുന്നത് വൈഡായിട്ട് ഒരു പ്ലേസിൽ ഇങ്ങനെ ഒരുമിച്ചല്ല. എനിക്ക് ഒരു 2.5-3 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ ഈ 3 ഏക്കർ സ്ഥലത്തും ഈ ഒരുമാതിരിപ്പെട്ട വലിപ്പമുള്ള മരത്തെ കൂടെയൊക്കെ കൊടികളിടും. അത് കൂടുതലും ഇപ്പോൾ പന്നിയോറുകൂടിയൊക്കെ ഇടുന്നത്. ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ പ്രത്യേകിച്ച് വലിയ പണിയ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. ചെറിയ രീതിയിലുള്ള വളമൊക്കെ കൊടുക്കും. മഴക്കാലത്ത് ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ചുവട് പറിച്ച് കൈ കൊണ്ട് പറിച്ച് തെളിച്ച് കൊടുക്കും. വേനൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ വേനലെടുക്കാറാകുമ്പം ആ സമീപപ്രദേശം എന്നുള്ള ഇതെല്ലാം കൂടെ ചെത്തി അടുപ്പിച്ച് കൊടുത്തിട്ട് ഒരു പൊതയിട്ട് കൊടുത്ത് ഇവനെ അങ്ങ് നിർത്തിയേക്കും. അങ്ങനെ ആകുമ്പോൾ കൊടിക്ക് വലിയൊരു കുഴപ്പങ്ങൾ എൻ്റെ പറമ്പിൽ കാണാറില്ല. കൊടി പോകാറുണ്ട്. പോകുന്നതിന് വരെ ഞാൻ 2 പോയാൽ 4 ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് കാണുന്നത്. പിന്നെ എനിക്ക് മുഖ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ കാപ്പിയുണ്ട്. പറഞ്ഞാൽ കാപ്പി ചെയ്തിരിക്കുന്നത് വേസ്റ്റായിട്ട് കിടക്കുന്ന സ്ഥലത്തൂടെയാണ്. അപ്പോൾ കൂടുതലും കൊടിയോ അല്ലെങ്കിൽ ഏലമോ ഒക്കെ വയ്ക്കാൻ പറ്റത്തില്ലാത്ത വേസ്റ്റുള്ള സ്ഥലത്തൂടെ കാപ്പി പല ഇനമുണ്ട്. പല കാപ്പികൾ വയ്ക്കും. അതായത് റോസ്റ്റാ വയ്ക്കും, ഇച്ചിരൂടെ മെച്ചപ്പെട്ടെടുത്ത് അറബി വെക്കും. പിന്നെ അതിലും മോശമായ സ്ഥലത്ത് വെക്കുന്നതാണ് ഇത് കാപ്പി മേട്ട് കാപ്പി വെച്ച് കൊടുക്കും. മേട്ട് കാപ്പിക്ക് ഇച്ചിരി വില കുറവാന്നേ ഉള്ളൂ. പക്ഷേ അതായത് കൂടുതൽ കിട്ടും. നമ്മൾ ചിലപ്പോൾ 2 കാപ്പിയെന്ന് പറയുമ്പോൾ മറ്റേ 4-5 എണ്ണത്തിൽ നിന്ന് കിട്ടുന്നത് കൂടുതൽ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കാപ്പിയിൽ നിന്ന് അങ്ങനെ ഒരു ആദായം കിട്ടും. പിന്നെ എനിക്ക് ചെറിയ ചെറിയ ആദായങ്ങളെന്ന് പറഞ്ഞാൽ കൊക്കോയുണ്ട്. തെങ്ങ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തെങ്ങായാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും തെങ്ങ് ഇച്ചിരി മോശമാണ് ഞാൻ കൃഷി ചെയ്തിട്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആദായം നന്നായിട്ട് കിട്ടുന്നില്ല. ഇവിടുത്തെ കാലാവസ്ഥയുടെയാണ്. കാലാവസ്ഥയൊന്നും തീർത്ത് പറയത്തുമില്ല. എൻ്റെ തറവാട്ടിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ തേങ്ങ കുറവാണ്. 15-20 തെങ്ങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊക്കോയുണ്ട് എനിക്ക്. ഇപ്പോൾ പറഞ്ഞാൽ ഇച്ചിരി സെക്കൻഡറി ആക്കി. കാരണം കൊക്കോ ഇച്ചിരി മുഖ്യ കൃഷിയിലേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആദായം കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം കൊക്കോ കുറേ വെട്ടിക്കളയുകയൊക്കെ ചെയ്തിട്ടെങ്കിലും ഒരു കുറച്ച് നിർത്തിയിട്ടുണ്ട്. കുറേ കൊക്കോ ഉണ്ട്. പിന്നീട് എനിക്ക് കിട്ടുന്നത് കവുങ്ങിൽ നിന്നുണ്ട്. കുറച്ച് കവുങ്ങുണ്ട്. കവുങ്ങിൽ നിന്ന് അങ്ങനെ കിട്ടും. പിന്നെ ഈ പുറമ്പോക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയില്ലേ, ഇച്ചിരി വേസ്റ്റായിട്ട് നിൽക്കുന്ന അടുത്ത സ്ഥലത്ത് മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ പാഷൻ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാഷൻ ഫ്രൂട്ട് 4-5 ഇവിടെ ഇപ്പോൾ നിലവിൽ കായ്ക്കുന്നുള്ളൂ. ബാക്കി കുറേ എല്ലാം ഈ തെളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോകും. കൂടുതലുള്ള സമയത്ത് ഇങ്ങനെ പെറുക്കിയെടുക്കും. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ മിനിയാന്നൊരു 10-15 കിലോ കൊടുത്തു. ഇന്നിപ്പം കുറേ ചില കൂടെ പെറുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 8-10 കിലോ കൊടുക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷി രീതിയിലാണ് ഞാൻ പോരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പടുതാക്കുളമുണ്ട്. പിന്നെ എനിക്ക് പശുവുണ്ട്. പശു വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇച്ചിരി കുറച്ച് തന്നെ ആൾക്കാരെ കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ട് കൊണ്ടും എൻ്റെ പ്രായക്കൂടുതലൊക്കെ വരുന്നതുകൊണ്ട് ഞാനൊരു 2-3 ആയിട്ടങ്ങ് കുറച്ചു. അങ്ങനെ ഇപ്പോൾ 2 പശുക്കളിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. പിന്നെ വീട്ടാവശ്യത്തിനുള്ള കോഴിയെ വളർത്തുന്നുണ്ട്. പറഞ്ഞാൽ ഈ കാർഷിക ഇതിൽ നിന്ന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ എന്നെക്കാളും ആക്റ്റീവാണ് വൈഫ്. ഇപ്പം ഈ പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാന്താരി വേണേൽ പറിക്കാനുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നായാലും കൃഷിയൊന്നും ചെയ്യണ്ട. അല്ലാതെ തന്നെ നമ്മുടെ പറമ്പിൽ ഇത് കൂടുതലായിട്ടുള്ള കാരണം കൃത്യമായിട്ട് ഇത് പല ബ്രീഡിൽ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ പച്ചക്കറികൾ ആവശ്യമുള്ളതെല്ലാം വരയുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയൊരു തോട്ടമായിട്ടല്ലേ പോലും കുറേ എല്ലാം ചെയ്യുമായിരുന്നു. ഈ വർഷം പച്ചക്കറി ഇച്ചിരി മോശം. ഈ വർഷത്തെ കാലാവസ്ഥയുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് മഴക്കാലമായിട്ടും നമുക്കത് ശരിയാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കൂടുതൽ ഏലം കൃഷിയാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ അതിശക്തമായ വേനൽ, അപ്പോൾ മണ്ണും അതിശക്തമായിട്ട് ചൂടായി. അപ്പോൾ നമുക്ക് ഏലം പരിപൂർണമായിട്ട് നശിച്ച് പോയോ അതോ കുറച്ച് ഇവിടെ നിൽപ്പുണ്ടല്ലോ, അപ്പോൾ കുറേയൊക്കെ പരിപൂർണമായിട്ട് നശിച്ചു പോയെന്ന് തോന്നുന്നല്ലേ? എനിക്കൊരു 750 ചെടിയോളം ഉണ്ടായിരുന്നു. ആ 750 ചെടിയിൽ ഒരു 300 ചെടിയോളം പരിപൂർണമായിട്ട് പോയി. ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഇച്ചിരി എരമ്പ് പറഞ്ഞെടുത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മറ്റ് ഏലം തോട്ടം മേഖലയെ പോലെ അല്ല, നമുക്കൊരു തെളിഞ്ഞ സ്ഥലങ്ങളായിരുന്നു. ഇവിടെയൊക്കെ ഏലം വീണ്ടും കൃഷി ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷെയ്ഡ് കുറവുള്ളതുകൊണ്ട് ആ ഷെയ്ഡ് കുറവുള്ളിടത്താണ് കൂടുതലും പോയത്. അതുപോലെ തന്നെ അവസാനമായപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു. എനിക്ക് കുഴൽക്കിണറാണ് വെള്ളം ഒഴിക്കാൻ അവസാനത്തെ ഇത്. അതായത് ഒരു 10 മാസം എനിക്ക് വെള്ളം നാച്ചുറലായിട്ട് കിട്ടാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഈ പറമ്പിൻ്റെ അങ്ങേ അതിൽ ഒരു ചെറിയ ഓലിയുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു 10-11 മാസം വരെ നമുക്ക് 24 മണിക്കൂറും വെള്ളം വീട്ടിൽ കിട്ടും. പക്ഷേ ഒരു 1.5 മാസം വെള്ളം ഇല്ലാതെ വരും. ആ സമയത്തേക്ക് വേണ്ടിയാണ് നമ്മൾ കാര്യം ടാങ്കൊക്കെ 25,000-ൻ്റെ ഒരു ടാങ്കുണ്ട്, 10,000-ൻ്റെ ഉണ്ട്, പിന്നെ പടുതാക്കുളമുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷം നമുക്ക് അവസാനം ഒരു 1.5 മാസം വെള്ളം ഇല്ലാതെ പോയി. ആ വെള്ളം കൂടി ഇല്ലാതെ വന്നപ്പോഴത്തേനും ടെമ്പറേച്ചറും കൂടെ കൂടിയത് കൊണ്ടാണ് ഏലത്തിന് ഇത്രയും ഇത് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുമാതിരി ഷെയ്ഡ് ഉണ്ടായിരുന്നിടത്ത് അന്ന് പിടിച്ചു നിന്ന ഏലം, പിന്നെ ഞാനൊരു ഇതിൻ്റെ ഈ പറമ്പിൻ്റെ അങ്ങേ അറ്റത്തായിട്ടൊരു 100 ചെടി പുതിയതായിട്ടിട്ട് പണിത് കയറി വരുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ നോക്കിയപ്പോൾ ഒരു മാർഗ്ഗം കാണാഞ്ഞിട്ട് ഞാൻ വെള്ളം വാങ്ങിച്ചിട്ട് ആ 100 ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. ആ 100 ചെടി ഇപ്പോൾ ഉണ്ട്. കാര്യം ഭയങ്കര ചൂടായിരുന്നെങ്കിൽ പോലും അവസാനം ആ വെള്ളം മേടിച്ച് ഒഴിച്ച് കൊടുത്ത ആ ചെടി ഇപ്പം നിപ്പുണ്ട് പറഞ്ഞു. ഒരുമാതിരി അതല്ല ഇച്ചിരി കായൊക്കെ ഉള്ളത്. അങ്ങനെ തീർന്നു പോയിട്ടില്ല എങ്കിൽ പോലും ഏലത്തിൻ്റെ ആദായം ഈ വർഷം നമുക്ക് ഇല്ലാതെ പോയിട്ടില്ല, കാര്യമായിട്ടില്ല. ഇപ്പോൾ ഈ ഏലത്തിൻ്റെ ഇപ്പോഴുള്ള പരിചരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒരുക്കി നിർത്തുകയോ അല്ലെങ്കിൽ വളപ്രയോഗമോ മരുന്നുകളെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ വേനലിന് ശേഷം? എൻ്റെ കൃഷി രീതി ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഞാൻ വലിയൊരു കൃഷിക്കാരനല്ല. ഒരുപാട് പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടമാനം പൈസ എടുക്കുന്നതിനോടല്ല എൻ്റെ താല്പര്യം. ഞാൻ കഴിയുന്നു എൻ്റെ പറമ്പ് ഇപ്പം ജൈവ രീതിയിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏലത്തിന് വേണ്ടി അന്വേഷിച്ച് കഴിഞ്ഞപ്പം ജൈവ കീടനാശിനികളൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ഞാൻ കീടനാശിനി ജൈവം പ്രയോഗിച്ചിട്ട് ഒരു 4-5 വർഷമായിട്ട് ഇപ്പം ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ല. അത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പലതും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള സാധനങ്ങളുണ്ട്. ജൈവ കീടനാശിനികൾ നമുക്കിവിടെ അടുത്തെവിടെയാണ് ലഭ്യമായിട്ടുള്ളത്? എന്തെല്ലാം ഇനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? ഞാൻ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടത്ത് കിസാൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇതുണ്ട്. അവിടെയാണ് ഇപ്പോൾ എനിക്ക് ജൈവ കീടനാശിനികളും അത്യാവശ്യം ഫെർട്ടിലൈസറും ഒക്കെ ഞാനിപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. തണ്ടുതരപ്പിന് മാത്രമാണെങ്കിൽ അങ്ങനെയുണ്ട്. അതല്ല, ഇനി നമുക്ക് ചൊറിയൊക്കെ കൂടുതലുള്ള സമയത്താണെങ്കിൽ ചൊറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചൊറി തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യണം. എല്ലാവരും ചൊറി ഉണ്ടായിക്കഴിഞ്ഞാൽ ചൊറിക്ക് മരുന്ന് ചെയ്യുന്നു. പക്ഷേ അങ്ങനെയല്ല, ചൊറി നമ്മൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരത്തെ അത് നമുക്കിപ്പോൾ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് ഇച്ചിരി വില കൂടുതലുണ്ട് എങ്കിൽ പോലും അത് ഉപയോഗത്തിൽ ഗുണകരമായിട്ടാണ് തോന്നുന്നത്. വിഷമില്ലാതെ നമ്മൾ സാധാരണ മറ്റ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന പോലെ വേണ്ട, വിഷാംശം തീരെ കുറവാണ് അല്ലേ? വിഷാംശം വളരെ തീർത്ത് കുറവാണ്. അതുപോലെ ഞാൻ പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പശു ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സ്ലറി ഉണ്ട്. സ്ലറി ഞാൻ മിക്കവാറും എല്ലാവരും പറയും സ്ലറി കൂടുതൽ ഒഴിക്കരുതെന്ന് പറയും. പക്ഷേ ഞാൻ വേനക്ക് സ്ലറി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. വളരെ ലൈറ്റായിട്ട് വേനക്ക് ഇഷ്ടംപോലെ ഒഴിച്ചു കൊടുക്കും. മഴക്കാലത്ത് ഞാൻ സ്ലറി ഉപയോഗിക്കുന്നത് കാപ്പിക്ക്, തെങ്ങിന്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കും. ഏലത്തിൻ്റെ അകത്തോട്ടോ കൊടിയുടെ ചോട്ടിലോട്ടോ പോകില്ല. പൊടിയും നമ്മളെല്ലാവരും പറയും കുരുമുളക് പൊടിക്ക് ഇതൊന്നും, കുരുമുളക് പൊടിക്കൊക്കെ സ്ലറി നല്ല സാധനമാണ്, നല്ലതാണ്. പിന്നെ ഞാൻ വേപ്പൻ പിണ്ണാക്ക്, പിന്നെ സാധാ പിണ്ണാക്ക്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചിലപ്പം കലക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കഴിയുമെന്നുണ്ടെങ്കിൽ വേനൽ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും അതും ഇതൊക്കെ കുറേശ്ശെ അങ്ങ് കൊടുക്കും. ഇപ്പം മിക്കവാറും എല്ലാം അവരുടെ ഈ കിസാൻ സൊസൈറ്റി എന്നുള്ള സജഷൻ വെച്ച് അവിടെ 1-2 പേരെ എനിക്കിപ്പം പരിചയമുണ്ട്. നമ്മളവിടെ ഒരു സഹകരിക്കുന്ന ആൾക്കാരായ കാരണം അവിടുന്ന് വാങ്ങിച്ചിട്ട് മരുന്ന് അടിച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടാനുണ്ടല്ലോ. ഇപ്പം കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഇത് കൊടുക്കും. പിന്നെ NPK അത് ഇതൊക്കെ കൊടുക്കണമെന്ന് തോന്നിയാൽ അത് കൊടുക്കും. പിന്നെ ചെടി വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സാധാരണ ഞാൻ ചെയ്യുന്നത്, പിന്നെ ചെടി അങ്ങോട്ട് വേര് പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഇത് കൂടെ കൂട്ടി സ്ലറിയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കും. ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കും പല പ്രാവശ്യം. അങ്ങനെ കൊടുത്ത് ചെടി കയറ്റിക്കൊണ്ട് വരും. ജൈവ മരുന്നുകൾ തളിക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് എത്ര മാസം ഇടവിട്ട് തളിച്ചു കൊടുക്കേണ്ടി വരും? ഈ ജൈവ മരുന്നിൻ്റെ ഒരു ഗുണം അതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ്.
ഈ ജൈവ കീടനാശിനി തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുക ഒരു 10-30 ദിവസത്തിന് കഴിയുമ്പോൾ വീണ്ടും ഉപയോഗിക്കണം. അതിനുശേഷം ഒരു 40 ദിവസം ആകുമ്പോൾ തന്നെ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ പടിപടിയായിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കൊരു 60 ദിവസം കൂടുമ്പം ഒരു 70 ദിവസമൊക്കെ കൂടുമ്പം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേക ഗുണമാണ്. അതായത് ജൈവം ഇത് കൊല്ലുമല്ലല്ലോ, മിത്രകീടങ്ങളെ വളർത്തിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേടിക്കാനില്ല, ഒരു കുഴപ്പമില്ല, ഇത് പിന്നീട് ഉപയോഗിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്കത് സാധാരണക്കാരോട് പറഞ്ഞു കൊടുത്താലൊക്കെ അവർക്ക് ഒന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല. അത് തന്നെയല്ല, എല്ലാവരും ഭയങ്കരമായിട്ട് വലിയ ആദായം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏലം കൃഷി ചെയ്ത് ഏലത്തിൽ നിന്ന് കണ്ടവനും അങ്ങോട്ട് എടുത്തിട്ട് മറ്റ് ഇതായതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചാണ്. ഒരു മിനിമം ആദായം നമുക്ക് കിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് ജീവിക്കാം. അത് പരമാവധി വിഷം കുറച്ച് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കപ്പ സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആദായം കുറവാണ്. എങ്കിൽ പോലും നമ്മൾ ഈ സ്ലറിയും ഇതൊക്കെ കൊടുത്ത് നമുക്ക് ഇച്ചിരി ആദായം കുറയും. പക്ഷേ നല്ല സാധനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അതുപോലെ ചേന വെക്കുന്നത്, ചേനയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടവൻ രാസവളമൊന്നും ചെയ്യാതെ നമ്മൾ നടും. അപ്പോൾ അത് വിൽപ്പന ഭാഗത്തേക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം വരികയില്ല, എങ്കിലും വലിയൊരു ചെറിയ കുറവ് വരും, ആദായത്തിൽ ഇച്ചിരി കുറവ് വരും. അതെ, എന്നാലും നമുക്ക് വിഷമില്ലാത്ത നല്ല സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം തൊടിയിലൊക്കെ ഉള്ള മറ്റു സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കും. ഞാൻ പറയാം, ചേമ്പ് നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് പുതുതലമുറയ്ക്ക് ഇപ്പോൾ ഇതൊന്നും വേണ്ടെന്നായി പോയി. അതുപോലെ ചക്ക, ഈ ചക്കയൊക്കെ ഇഷ്ടംപോലെ ഇപ്പം ഉണ്ടാകുന്നില്ലേ, പക്ഷെ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അതൊരു വിധത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഈ ചക്കയൊക്കെ പുഴുക്കുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മറ്റേ ഫുഡൊക്കെയാണല്ലോ ആവശ്യം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഏലം ഇങ്ങനെ നമ്മളിത് പരിപാലിച്ച് വരുമ്പോൾ രാസവളമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നതിലും എത്രമാത്രം വിളവ് കുറവ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? കുറവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ സഹ കൃഷിക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കിട്ടുന്നതിൽ ഇച്ചിരി കുറവാണ് എനിക്ക് കിട്ടുന്നത്. എന്നാലും നമുക്ക് ന്യായമായിട്ടുള്ള വിളവ് ലഭിക്കുന്നുണ്ടല്ലേ, ബെനിഫിറ്റ് കിട്ടുമെന്നേ. നമ്മൾ എന്നാ ചെയ്യുന്നത്, തീർത്ത് പരിപൂർണമായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ മാറ്റി വെക്കണ്ടല്ലോ. നമുക്കിപ്പോൾ ആവശ്യം തോന്നി വലിയ വീര്യമില്ലാത്ത ജൈവ കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ കിട്ടാനുണ്ടെന്ന മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഇച്ചിരി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് അങ്ങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ആദായം കുറവ് വരിക. പിന്നെ കൃഷിയിലും ഉണ്ട് കേട്ടോ, ഞാൻ ഒരുപാടും സ്വന്തമായിട്ടൊക്കെ ചെയ്യും. ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ശരിക്കും നന്നായിട്ട് ഇറങ്ങി പണിയും. അത്യാവശ്യം ആൾക്കാരെയൊക്കെ കൂട്ടി ഏലത്തിൽ നിന്നൊരു നല്ല ആദായം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ വർഷം കുരുമുളക് നീക്കുവാക്കി പിടിക്കാൻ പറ്റും. അതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു ആദായം നീക്കുവാക്കി പിടിക്കാമെന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. പിന്നെ നേരത്തെ എനിക്ക് റബ്ബറും ഒക്കെ ഉണ്ടായിരുന്നു, റബ്ബറൊക്കെ ഇപ്പോൾ കളഞ്ഞു. ഇത് ഏതിനം ഏലമാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്? ഞെള്ളാനി ഏലമാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഞെള്ളാനി ഏലമാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. ഞാൻ പിന്നെ അതിൽ നിന്ന് നമ്മുടെ പറമ്പിലെ മെച്ചം നല്ല ഏലം നോക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് അങ്ങനെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത നാളിൽ എനിക്ക് ഗവേഷണ കേന്ദ്രത്തിലൊക്കെ പോയി അവിടുത്തെ ക്ലാസ്സൊക്കെ കൂടുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സൈസ് വേറെ ഇലച്ചെടിയൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിടണമെന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം അതൊന്നും സാധിച്ചില്ല, ഇതെല്ലാം പോയേണ്ട. ഈ വർഷം ഏലത്തിൻ്റെ പണിയോട് ശകലം മടുപ്പ് കാണിച്ചു. ഈ വർഷം പൊതുവെ ഈ വലിയ വേനൽ വന്നതുകൊണ്ട് എല്ലാവർക്കും തന്നെ പൊതുവെ ഏലം ആദായം വളരെ കുറവായിട്ടാണ് കാണുന്നത് അല്ലേ? ഇവിടെ ഇത്തവണ കായെടുപ്പ് കഴിഞ്ഞോ? ഇവിടെ ഈ വർഷം ഇതുവരെ കായെടുക്കാറായില്ല, എടുത്തില്ല. എനിക്ക് തോന്നുന്നത് 15-20 ദിവസം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തപ്പിവിടാമായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് തപ്പിവിടാനേ പറ്റുള്ളൂ. ഇത്തവണ തപ്പിവിട്ടാലും പിന്നീടും വലിയ കാര്യമായിട്ട് എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെയുള്ള 1-2 എടുപ്പ് പരമാവധി. 2 എടുപ്പ് നന്നായിട്ട് കിട്ടിയെങ്കിൽ ഭാഗ്യം ഈ വർഷം, അതേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ കായ ഇത്രയും കുറവാണെന്ന് പറഞ്ഞാലും മാർക്കറ്റിൽ തന്നെ വില ഉയരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇത്തവണ ഇത്രയും ഏലക്കായുടെ ഉൽപ്പാദനം കുറവായിട്ടും വില ഉയരാത്തതെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം?
എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എന്തോ ആണൊരു മാൽ പ്രാക്ടീസ് നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത. എനിക്ക് തോന്നുന്നത് വ്യാപാരികളുടെ ഭാഗത്തോ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ അടികളിയുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാമല്ലോ, ഒരു സാധനം കുറവാണെങ്കിൽ ഉപയോഗമുണ്ട് താനും, അപ്പം വില കൂടേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് വില കുറച്ച് നിർത്തിയിരിക്കുന്നത്? ഇപ്പോഴത്തെ ഫാക്ടർ എന്നാന്ന് മനസ്സിലാകുന്നില്ല സത്യം. ഇപ്പോൾ ഈ ഓണക്കാലമായിട്ട് പോലും വിലയിൽ കാര്യമായ ചലനം ഉണ്ടാകുന്നില്ല. ചില ചെറിയ ഇടിവാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ 2000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിലും താത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. കുരുമുളക് ഏതെല്ലാം ഇനമാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്? കുരുമുളക് ഞാൻ ഈ പന്നിയൂറിലേക്ക് മാറി വന്നിരിക്കുകയാണ്. പന്നിയൂറിൻ്റെ പല ബ്രീഡിലേക്കാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം പറമ്പിലൊക്കെ കൂടുതലിപ്പം ഉള്ളത് പന്നിയൂറിൻ്റെ, അപ്പോൾ അതിൻ്റെ തലയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ വേറെ എങ്ങും പോയി പിടിക്കാറൊന്നുമില്ല. നമ്മുടെ തലയുള്ളത് ഒരു വർഷം ഒരു 10, 25, 10, 30 തലയെ ഒടിച്ചിടുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചു വരുന്ന കാരണം ഇത് കിട്ടും. പിന്നെ നമ്മളൊരു 10, 50 തലയൊക്കെ കൂട്ടിലാക്കി വെച്ചും അങ്ങനെ ഇടാറുണ്ട്. അത് ഈ ഒരുവിധം ആദായം പന്നിയൂറിന് പൊതുവെ ഈ പ്രദേശത്ത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരുമാതിരി കിട്ടുന്നുണ്ട്. ഒരുമാതിരി തെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പന്നിയൂറിന് ന്യായമായിട്ട് ആദായം കിട്ടുന്നുണ്ട്. അപ്പം ഇച്ചിരി തൂക്കക്കുറവുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കരിമണ്ടയൊക്കെ ഉപേക്ഷിച്ച്. പക്ഷേ അന്നേരം ഇപ്പോൾ ഇത് ഇച്ചിരി കൂടുതൽ കാ കിട്ടും. നമുക്ക് തന്നെയല്ല ഇത് പറിച്ചെടുക്കാനും അതിനൊക്കെ ആ പടം മെതിച്ചെടുക്കാൻ മാത്രമേ ഇതിനൊരു ശകലം ബുദ്ധിമുട്ടുള്ളൂ. അത് പറിച്ചെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇച്ചിരൂടെയൊക്കെ എളുപ്പം കിട്ടും. ഇത് നമ്മളൊന്ന് ചുവട്ടിൽ നട്ട് കഴിഞ്ഞാൽ മരങ്ങളുടെ ചുവട്ടിലാണ് പ്രധാനമായിട്ട് നട്ടിരിക്കുന്നതല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇടയ്ക്കിടയ്ക്ക് അധികം കെട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നില്ലേ? ആദ്യമേ കെട്ടിക്കൊടുക്കണം. ഒരു 2-3 വർഷത്തേന് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തു കഴിഞ്ഞാലേ കൊടി പിന്നെ കയറിക്കോളും. പിന്നെ വലിയ പ്രശ്നമില്ലാതെ കൊടി കയറും. ഇപ്പോൾ ഇത് ഒരു 3-ാം വർഷം കൊടിയാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കും. ഇനി അധികം കെട്ടിയില്ലേലും ഇത് കയറിപ്പോക്കോളും. ഇനി ചിലപ്പം വർഷത്തിലൊന്നൊക്കെ അതേ കയറുള്ളൂ. അതേ കയറി കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇതാണ് ചുവട്ടിലെ കേസാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തൂമ്പായിക്ക് അധികം പണിയാതെ. നേരത്തെ ആയിരുന്നെങ്കിൽ എൻ്റെ കാരണന്മാരുടെ കാലത്ത് ശരിക്കും മണ്ണിളക്കി പണിയുന്ന രീതിയായിരുന്നു. ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് മണ്ണിളക്കി കഴിഞ്ഞാൽ അതിന് കേട് കൂടുതലാണെന്നും. അപ്പം നമ്മൾ കൈകൊണ്ട് പറിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കളഞ്ഞാൽ മതി. അപ്പം ഇതിന് അങ്ങനെ വേറെ വലിയ പരിപാലനയൊന്നും വേണ്ട. അങ്ങനെയില്ല. പിന്നെ വേനൽക്കാലത്താകുമ്പം ഈ ചുവട്ടിൽ പ്രദേശത്തുള്ള അടുത്തുള്ള ചപ്പെല്ലാം കൂടെ ചെത്തിക്കൂട്ടി ഇതിൻ്റെ ചുവട്ടിൽ കൂട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അന്നേരം ഈ ഉണക്കിൽ നിന്ന് ഇത് രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ ഈ ഏലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം അത് വ്യക്തമായിട്ട് മനസ്സിലായത്. ഏലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് ചൂട് പിടിച്ചു വയ്ക്കാൻ ഒരുപാട് കൂടുതൽ കഴിവുണ്ട്. അല്ലെങ്കിൽ ഈ വർഷം കൊടിയെല്ലാം തീർന്നു പോയേനെ. കൊടിയും കാപ്പിയും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കേസാണ്. ഈ ഇതിനെ ചൂടിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരുപാട് കഴിവുണ്ട്. തന്നെ മോശം സ്ഥലത്താണ് കാപ്പി നിൽക്കുന്നതെങ്കിലും ഒരു കാപ്പി പോലും ഈ വെയിലിനൊക്കെ ഉണങ്ങിപ്പോയിട്ടില്ല. ഏലം പോയ പോലെ പോയിട്ടില്ല. ചേട്ടൻ ഇവിടെ ജനിച്ച ആളാണോ അതോ ഇവിടെ മാതാപിതാക്കളുടെ കൂടെ വന്നതാണോ? ഞാൻ ജനിച്ചത് എഴുമേലിൽ തന്നെയാണ്. ഞാൻ എഴുമേലിൽ 1960 ഞാൻ ജനിക്കുന്നത്. അപ്പം എൻ്റെ കാരണവന്മാരൊക്കെ അന്ന് ഇവിടെ സെറ്റിലായതേ ഉള്ളൂ. ചെറിയൊരു സംവിധാനത്തിലൊക്കെ ആയിട്ടുള്ളൂ. അന്നാണ് ഞാൻ ജനിക്കുന്നത്. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം പറഞ്ഞാൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി. ഞാൻ LP സ്കൂളിൽ പഠിച്ചത് എഴുകുമ്പേൽ LP സ്കൂൾ ഇവിടെ തന്നെയാണ്. അതിനുശേഷം അന്നത്തെ കാലത്ത് കൃഷിയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ച് വന്നുകൊണ്ട് എന്നെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ കൊണ്ട് ബോർഡിംഗ് സ്കൂളിലാക്കി. അങ്ങനെ ഞാൻ 6 തൊട്ട് ഡീപ്പോൾ എന്ന് പറയുന്നൊരു സ്കൂളുണ്ട് കുറവലങ്ങാട് നസ്രത്ത് ഹില്ലൊരു സ്കൂളുണ്ട്. നല്ല സ്കൂളാണ്. അവിടെയാണ് ഞാൻ 6 വർഷം പഠിച്ചത്. അവിടെ പഠിച്ചു. അതിനുശേഷം എനിക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നും ഈ കൃഷിയോടൊരു പ്രത്യേക ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി ഞാൻ ഇവിടെ തന്നെ എരറ്റാറ്റിൽ തന്നെ ചെയ്തു, പ്രൈവറ്റായിട്ട് ചെയ്തു. അതിനുശേഷം പാലാ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് BCom പാസ്സായി. BCom ഒക്കെ കഴിഞ്ഞിട്ട് വലിയ ജോലി കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. കൃഷിയിലേക്ക് തന്നെ മാറുകയത്. പക്ഷേ കൃഷി കൊണ്ട് എല്ലാവർക്കും ഉണ്ടായവരുള്ള വലിയൊരു മെച്ചം എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. വലിയൊരു ഹൈ വളർച്ചയൊന്നും എനിക്കുണ്ടായില്ല. പക്ഷേ നമുക്കൊരു ആരെയും ആശ്രയിക്കാതെ പിള്ളേരെ പഠിപ്പിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ളൊരു അവസരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുക ഇത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്താ ജോലിക്ക് പോകാൻ. അങ്ങനെ അപ്പോൾ എനിക്ക് എന്തോ അന്നോട്ടെ ഒരു നമുക്ക് കൃഷി എന്നുള്ള ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് ആ കൃഷിയോടുള്ളൊരു താല്പര്യമായിരുന്നു. 5-8 വർഷം മുമ്പ് പറഞ്ഞാൽ ഞാൻ കൃഷി ഉണ്ടെങ്കിൽ പോലും ഞാൻ കുറേ സാമൂഹിക പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫുൾ ടൈം കൃഷിക്കാരനെന്ന് അന്ന് അവനെ പറയത്തില്ല. എന്നാൽ ഞാനൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഫുള്ളായിട്ട് പറമ്പിൽ നിൽക്കുമ്പം ഇപ്പോഴും 64 വയസ്സുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ എനിക്ക് പറമ്പിൽ അങ്ങ് ഓരോ പരിപാടികളായിട്ട് അങ്ങ് പോകും. രാവിലെ തന്നെ ഞാൻ മിക്കവാറും പശുവിൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള പുല്ലൊക്കെ രാവിലെ തന്നെ ഞാൻ ചെത്തി വെക്കും. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരു 10 മണിക്ക് കാപ്പിയും കുടിച്ച് പിന്നെ ഞാനൊരു 2-3 മണിക്കൂർ പറമ്പിൽ ജോലി ചെയ്യും.
ഉച്ച കഴിഞ്ഞ് അധികം വലിയ പണിയൊന്നും ഇപ്പോൾ ഇല്ല. നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കും. ഉച്ച കഴിഞ്ഞ് പശുവിൻ്റെ കറവയും ആ കാര്യങ്ങളും കേസും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കേസൊക്കെ ഉള്ളൂ. പണി സമയം കുറച്ചു. എന്തായാലും ഇപ്പോഴും ഈ കൃഷിയിൽ തന്നെ മുഴുവൻ സമയവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തന്നെയല്ലേ ഉള്ളത്? വളരെ സന്തോഷമാണ്. വലിയ പട്ടിണിയോ പരിവേഷണമൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും വന്നിട്ടില്ല. വന്നാൽ പറമ്പിലിറങ്ങി എന്തെങ്കിലുമൊക്കെ നമുക്ക് പണിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നാമത് മനസ്സിന് നല്ല ആ സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൃഷിക്കാരനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ പിള്ളേരോടൊക്കെ പറയും. പക്ഷേ പിള്ളേർക്കൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ മോന് മാത്രം ഇച്ചിരി താല്പര്യമുണ്ട്. അതുകൊണ്ട് അവനെ എവിടെയൊന്നും വിദേശത്തൊന്നും വിടാതിരിക്കുവാണ്. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ എനിക്ക് ഭാര്യയുടെ പേര് അനിയമ്മ വളരെ ആക്റ്റീവാണ്. പുള്ളിക്കാരിയാണ് പറഞ്ഞാൽ എന്നെ കൃഷിക്ക് കുറേ കൂടെ എന്നെ അങ്ങോട്ട് ഇമ്പോസ് ചെയ്യുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും വീട്ടിലെ പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നോക്കുമോ. ഞാൻ കുരുമുളക്, ഏലം, കാപ്പി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അവർക്ക് അങ്ങനെ നേരെ തിരിച്ചാണ്. ഫ്രൂട്ട്സ് അതെല്ലാം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൂടുതൽ നട്ടു വെക്കാനും അത് എല്ലാ വർഷവും പോയി എന്നാലും കുറച്ച് വാങ്ങിക്കാനൊക്കെ പുള്ളിക്കാരി എവിടെ നിന്നേലൊക്കെ പൈസ സ്വരൂപിച്ച് വെച്ചിട്ട് സംഘടിപ്പിക്കും. അങ്ങനത്തെ പോകാമെന്ന് പറയും. വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര പിന്തുണയാണ്. കാരണം ഇപ്പോൾ കോഴിയെ വളർത്തി അതങ്ങനെ ചെയ്യും. എല്ലാ പണിക്കും എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കൃഷിപ്പണി ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നതും. മക്കള് 2 പേരാണ്. മൂത്ത മോള് മനീഷ BSc നഴ്സിംഗ് പഠിച്ചു. ഇപ്പം സൗദിയിൽ കുടുംബസമേതം അവർ ജീവിക്കുകയാണ്. പിന്നെ മോന് 1-2 പോസ്റ്റ് ഗ്രാജുവേഷനും അതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ എന്തായാലും ലോക്കലിൽ എന്തെങ്കിലും ജോലികൾ കിട്ടുമോ എന്നും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. വർഷങ്ങളായിട്ട് എനിക്ക് കൃത്യമായിട്ട് തുക ലഭിക്കുന്നുണ്ട്. ഞാനത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? വളരെ സന്തോഷമായിട്ട് പോകുന്നു. കൃഷിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കൃഷിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. അതായത് കൃഷിക്കാർക്ക് പെൻഷന്, ഈ പെൻഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പെൻഷൻ്റെ കാര്യത്തിൽ കൃഷിക്കാരെ ഒരുപാട് അലംഭാവം കാണിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊക്കെ 64 വയസ്സായെങ്കിലും എനിക്കൊന്നും പെൻഷനില്ല. കാരണം എനിക്കിപ്പോൾ ഒരു 2 ഏക്കറിന് മേളിൽ സ്ഥലമുണ്ട്. അതുകൊണ്ട് ആ ഒറ്റ കാരണത്താൽ അത് തടഞ്ഞു കളഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ പോയിട്ട് കൃഷിക്കാർക്ക് ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുന്നവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് പെൻഷൻ കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തില്ലായിടത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഒരു 5-10 വർഷം അല്ലെങ്കിൽ 10-15 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തീറ്റിപ്പോറ്റാനുള്ള കൃഷിക്കാരില്ലാതെ വരും. അപ്പോൾ അങ്ങനെ കൃഷിക്കാരില്ലാതെ വന്നു കഴിയുമ്പോൾ വേറെ എല്ലാം കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ടതായ ഗതികേട് വരും. അതല്ലെങ്കിൽ വിദേശത്ത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ പണിക്കൊക്കെ ആയിട്ട് എന്തുമാത്രം ആൾക്കാരാണ് പുറത്തുനിന്ന് വന്ന് നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അത് നമുക്ക് ഗുണകരമാണെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ദൂഷ്യങ്ങൾ വേറെ ഒരുപാടുണ്ട്. അത് പിന്നീട് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഞാനാണെന്ന് പറഞ്ഞാലും പിന്നെ ബംഗാളികളെയൊക്കെ ഉപയോഗിച്ചാൽ ഇടയ്ക്ക് ജോലി ചെയ്യുന്നത്. പക്ഷേ അതാ പറഞ്ഞത്, അപ്പം നമ്മുടെ ആൾക്കാരെ ഇപ്പോൾ കിട്ടാനില്ലെന്നായി. എന്തായാലും ഒത്തിരി സന്തോഷം. കർഷകന് കൂടുതൽ പ്രോത്സാഹനം നൽകണം എന്നാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് എല്ലാ വിളകളും തന്നെ ഏലം, കുരുമുളക്, കപ്പ, അതുപോലെ കാപ്പി, കൊക്കോയ തുടങ്ങിയ എല്ലാവിധ വിളകളും പരിപാലിക്കുന്ന ഒരു മികച്ച കർഷകൻ തന്നെയാണ് എഴുകുംവയൽ സ്വദേശിയായ സെബാസ്റ്റ്യൻ ജോസഫ് കളത്തുകുന്നേൽ. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എഴുകുംവയൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പാവൽ കൃഷി. ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് 1ാം സ്ഥാനമാണ്. നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം. 3 മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ 4 തവണ കൃഷി ചെയ്യാം. ഏറ്റവും യോജിച്ച നടീൽക്കാലം മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ്. പന്തലിൽ കയറ്റിവിട്ട് വേണം വളർത്താൻ. കൃഷിരീതി: കിളച്ചൊരുക്കിയ സ്ഥലത്ത് 2x2 മീറ്റർ അകലത്തിൽ 60 സെന്റിമീറ്റർ വ്യാസത്തിൽ 20-45 സെന്റിമീറ്റർ താഴ്ചയിലെടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം, കമ്പോസ്റ്റ് എന്നിവ 10 കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം. ഒരു കുഴിയിൽ 4 വീതം വിത്ത് 2-3 സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക. 1 സെന്റ് സ്ഥലത്ത് 10 കുഴി, ഓരോന്നിലും 3 ചെടികൾ വീതം എന്നതാണ് കണക്ക്. 4 വിത്ത് നട്ടാൽ കരുത്തുള്ള 3 എണ്ണം നിർത്തി 1 പിഴുതുമാറ്റാം. നട്ട് 30-ാം പക്കവും 60-ാം പക്കവും വളമിടാം. അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും.
വളപ്രയോഗം. നടീൽ സമയത്ത് ചേർത്തതിനു പുറമെ സെന്റ് 1 കപ്പലണ്ടി പിണ്ണാക്ക് 2 കിലോഗ്രാം, എല്ലുപൊടി 475 ഗ്രാം, ചാരം 830 ഗ്രാം. വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട്. കീടരോഗനിയന്ത്രണം. കായയ്ക്കു കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക. കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക. നടുമ്പോഴും 1 മാസമാകുമ്പോഴും തടം 1 100 ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക. ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക. ഇതിനൊക്കെ വേണ്ടി കയർ, ചരട്, കമ്പികൾ, കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം. മൊസൈക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം. വിളവെടുപ്പ്. നട്ട് 2 മാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും. 6-7 ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം. 1 സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് 40 കിലോ. കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. കായ്കൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത്. ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായ്കൾ ഒഴിവാക്കണം. വിത്ത് നല്ല വെയിലത്ത് 4-5 ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए। एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.